കുട്ടനാട്ടിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മില്ലുടമകളും ഏജൻസികളും നടത്തുന്ന ചൂഷണം തടയാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കർഷകർ. വിളവെടുപ്പ് സീസൺ പകുതിയോളം പിന്നിട്ടിട്ടും സംഭരണം ഇഴഞ്ഞു നീങ്ങുന്നതും സിവിൽ സപ്ലൈസ് വകുപ്പ് നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടാത്തതും കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വിഷു എത്തിയിട്ടും കർഷകരുടെ ദുരിത ജീവിതത്തിന് മാത്രം അറുതി വന്നിട്ടില്ല. സംഭരണത്തിലെ കാലതാമസം മുതലെടുത്ത് മില്ലുടമകൾ അമിതമായ കിഴിവ് ആവശ്യപ്പെടുന്നതായിട്ടാണ് പ്രധാന പരാതി. ഒരു ക്വിന്റൽ നെല്ലിന് 10 കിലോ വരെ കിഴിവ് ചോദിക്കുന്ന സാഹചര്യമുണ്ട് എന്നും ഇത് കർഷകർക്ക് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നുവെന്നും പാടശേഖര സമിതി ഭാരവാഹികൾ പറയുന്നു. കൃത്യസമയത്ത് നെല്ല് എടുക്കാത്തതിനാൽ പാടശേഖരങ്ങളിൽ നെല്ല് കുന്നുകൂടി നശിക്കുന്ന അവസ്ഥയാണുള്ളത്. വർഷങ്ങൾക്ക് ശേഷമാണ് നെല്ലിന് കിലോഗ്രാമിന് 1 രൂപ 8 പൈസ കൂട്ടിയത്. ക്വിന്റലിന് 180 രൂപ കൂട്ടിയപ്പോൾ 300 രൂപയും അതിനു മുകളിലുള്ള തുകയ്ക്ക് തുല്യമായ നെല്ലാണ് കർഷകരിൽ നിന്നും മില്ലുകാർ കിഴിവായി വാങ്ങുന്നത്. ഇതിനു പുറമെ കൃഷിഭൂമി വൃത്തിയാക്കുന്നത് മുതൽ ചുമട്ട് തൊഴിലാളികൾ വരെ ചൂഷണം ചെയ്യുന്നതായും കർഷകർ പറയുന്നു. കളക്ടറുടെ നേതൃത്വത്തിൽ കൂടുന്ന യോഗത്തിൽ കാർഷിക മേഖലയിലെ കൂലി പ്രഖ്യാപിക്കും. എന്നാൽ തൊഴിലാളികൾ വാങ്ങുന്നത് അവരുടെ ഇഷ്ടത്തിനാണ്. 50 കിലോ തൂക്കമുള്ള സിമന്റ് ഇറക്കുന്നതിനും കയറ്റുന്നതിനും 5 രൂപയാണ് കൂലിയെങ്കിൽ അതേ തൂക്കമുള്ള നെല്ല് നിറച്ച ചാക്ക് കയറ്റുന്നതിന് 80 മുതൽ 100 രൂപ വരെയാണ് കൂലി. സർക്കാർ ഉടമസ്ഥതയിലുള്ള കൊയ്ത്ത് യന്ത്രങ്ങൾ ഇല്ലാതായതോടെ ഇവയുടെ ഏജൻസികളും കർഷകരെ ചൂഷണം ചെയ്യുകയാണെന്ന ആക്ഷേപമുണ്ട്. മുൻപ് 1 ഏക്കർ കൊയ്യുന്നതിന് 1600 രൂപയായിരുന്നുവെങ്കിൽ ഇപ്പോൾ മണിക്കൂറിനാണ് നിരക്ക്. 2 മുതൽ 3.5 മണിക്കൂർ വരെ എടുത്താണ് 1 ഏക്കർ കൊയ്യുന്നത്. 1 മണിക്കൂറിന് 2000 മുതൽ 2200 രൂപ വരെ കൂലി നൽകണം. ഇതര സംസ്ഥാനങ്ങളിൽ നേർപകുതി മാത്രമാണ് കൂലി ഈടാക്കുന്നത്. നേരത്തെ കർഷക സംഘടനകളുമായി നടത്തിയ ചർച്ചകളിൽ സംഭരണം ഊർജിതമാക്കുമെന്നും ചൂഷണം തടയാൻ കർശന നിരീക്ഷണമുണ്ടാക്കുമെന്നും സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ തത്വത്തിൽ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് ഇപ്പോഴും കർഷകരുടെ ആക്ഷേപം. അമൃത ന്യൂസ്, ആലപ്പുഴ.